രാവിലെ ഒരു 5 മണിയോടുകൂടി സാമാന്യം ശക്തമായ ഒരു മഴ പെയ്തു. അത് കഴിഞ്ഞൊരു 6:15 കഴിഞ്ഞപ്പോഴും വളരെ പെട്ടെന്നൊരു മഴ വന്ന് വളരെ പെട്ടെന്ന് തന്നെ മഴ അവസാനിക്കുകയും ചെയ്തു. ശക്തമായി നിന്ന് പെയ്യുന്ന ഒരു മഴ കാര്യമായി ഒരിടത്തും തന്നെ ഇല്ല എന്ന് പറയാം. അതേസമയം ജില്ലയുടെ കിഴക്കൻ മേഖലകളായ മൂവാറ്റുപുഴ, കോതമംഗലം മേഖലകളിൽ ഉൾപ്പെടെ സാമാന്യം മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. തുടർച്ചയായി ഒരിടത്തും തന്നെ മഴ പെയ്യുന്നില്ല. മധ്യകേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വലിയ ശക്തിയിലല്ല, ചെറിയ തുള്ളൽ മഴ, ചാറ്റൽ മഴ അങ്ങനെ പെയ്തു പോകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഇവിടെ തന്നെ ചെറിയ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. ഈ സമയത്ത് ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നല്ല ശക്തമായ തോതിൽ മഴ പെയ്ത് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ മഴ മാറുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്ന് രാവിലെയും ഏതാണ്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് മഴ വരുന്നു, പെട്ടെന്ന് അതങ്ങ് പെയ്ത് മാറുന്നു. അങ്ങനെയാണ് മധ്യകേരളത്തിലെ മറ്റ് ജില്ലകളിൽ, അതായത് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കാര്യമായ മഴയില്ല. അവിടെയായി ഒറ്റപ്പെട്ട മഴ വളരെ ചെറിയ തോതിൽ പെയ്യുന്നുണ്ട്. പാലക്കാടും കാര്യമായ തോതിൽ മഴ പെയ്യുന്നില്ല. അതേസമയം മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുവിൽ മലയോര മേഖലകളിൽ അവധിയോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് മധ്യകേരളത്തിലെ ഒരു ജില്ലയിലും അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പൊതുവിൽ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും ക്ലാസ് ഇല്ല. മറ്റ് അവധി അല്ലെങ്കിൽ അത്തരം അവധിയോ അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് എല്ലായിടത്തും തന്നെ സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ നടക്കുന്നു. മറ്റ് വലിയ അപകട സാധ്യതാ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നിലവിൽ മധ്യകേരളത്തിൽ ഒരു ജില്ലയിൽ